പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് കടക്കുകയാണ്, പഠനത്തിലേക്ക്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സ്നാപക യോഹന്നാൻ യേശുവിന് മുന്നോടിയായിട്ട് വന്ന് യേശുവിൻ്റെ വരവിന് വേണ്ടി മിശിഹ യുഗത്തിലെ മിശിഹായുടെ വരവിനും മിശിഹായുടെ ആ പ്രബോധനങ്ങൾക്കും വേണ്ടി മനുഷ്യ മനസ്സുകളെ ഒരുക്കുന്നതിനുള്ള യജ്ഞത്തിലേക്കാണ് സ്നാപകനെ വിളിച്ചത്. അങ്ങനെ സ്നാപകൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. സ്നാപകൻ ജനങ്ങളോട് പറയുന്ന അവരെ പല പ്രകാരത്തിലുമുള്ള ഉദ്ബോധനങ്ങളിലൂടെ അവരുടെ മനസ്സുകളെ ഇളക്കി ദൈവത്തിൻ്റെ ആഭിമുഖ്യമുള്ള ഒരു മനസ്ഥിതിയുള്ളവരാക്കി അവരെ മാറ്റുകയായിരുന്നു. അപ്പോൾ വരുന്ന യേശുവിൻ്റെ മിശിഹായുഗമാണ്, മിശിഹായ യേശുവാണ് അതിൻ്റെ കർത്താവ്. അപ്പോൾ ആ കർത്താവിനെ ശ്രവിക്കാൻ, അതായത് പഴയ നിയമത്തിൽ അത് യോഹന്നാനോടെ തീർന്നു. ഇനി പുതിയ യുഗം തുടങ്ങി, പുതിയത് മിശിഹായുഗമാണ്. ഇതിനിയും ആ യുഗമല്ല, പ്രവാചകരുടെ കാലഘട്ടമല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ തന്നെ കാലഘട്ടമാണ്. ദൈവം തന്നെയാണ് നയിക്കുന്നത്. ദൈവം തന്നെയായ മനുഷ്യപുത്രനായ യേശു തന്നെയാണ് നയിക്കുന്നത്. അതിനുവേണ്ടി ഒരുക്കുകയാണ്, സാഹചര്യങ്ങളും സന്ദർഭങ്ങളെല്ലാം ഒരുക്കുകയാണ് യോഹന്നാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ 2-3 പേര് പറഞ്ഞിരുന്നു കുറച്ചുകൂടെ അത് ചില ഭാഗങ്ങൾ വിവരിച്ചിട്ടില്ല, അത് വിവരിക്കണമെന്ന്. ഞാനത് 1-2 ഭാഗങ്ങൾ ഞാൻ വിവരിച്ചില്ല. കാര്യം അത് ശരിയാണ്. നമുക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ പ്രഭാഷണമാണ് ആ ഭാഗം. അതായത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ഈ ഭാഗം വിവരിച്ചില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എന്നാണ് വിചാരിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ ഭാഗം പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി കുന്നും മലയും എന്നൊക്കെ പറയുന്നതെല്ലാം നിരപ്പാക്കപ്പെടും, വളഞ്ഞ വഴി നേരെയാക്കപ്പെടും എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസ്സുകളെയാണ്. തങ്ങളുടെയായ ഔന്നത്യം അവയിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന, അത് പ്രകടമാക്കി ജീവിക്കുകയും ദൈവഭക്തിയും ദൈവത്തോടുള്ള അഭിനിവേശവുമൊക്കെ ഒരു പുറം മോടിയായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ ഒരു മാനസിക നിലയാണ് അവിടെ കാണിക്കുന്നത്. അതെല്ലാം നിരത്തപ്പെടും. അതെല്ലാം അങ്ങനെയുള്ള ഔന്നത്യങ്ങളെല്ലാം തീർത്തും കുന്നും മലകളും ഒക്കെ ആകുന്ന ഔന്നത്യങ്ങൾ അതെല്ലാം തീർത്ത് താഴ്വര പോലെ നികത്തപ്പെടും. താഴ്വരയെല്ലാം ഒരുപോലെ ആയിരിക്കും. വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കപ്പെടുമെന്ന് പറയുന്നത് ആ മനുഷ്യ മനസ്സുകളെയാണ്. അന്ന് ജീവിച്ചിരുന്ന യഹൂദ ജനത അങ്ങനത്തെ ഒരു ജനതയായിരുന്നു. പേരിന് അവർ ദൈവത്തെ ആരാധിക്കുകയും എപ്പോഴും എൻ്റെ ദൈവം എന്ന് യെരമ്യാ പ്രവാചകൻ പറയുന്ന പോലെ എൻ്റെ ആലയം എന്ന് പറയുന്നത് പോലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് അർഹിക്കുന്ന സ്ഥാനമില്ലായിരുന്നു. ഹൃദയം എപ്പോഴും ലോക സൗകര്യങ്ങളിലും സുഖങ്ങളിലും ഒക്കെ ആയിരുന്നു.
ദൈവത്തോടുള്ള ആർത്തിയിലായിരുന്നു. അതാണ് അവിടെ പറയുന്നത്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ഈ യഹൂദർക്ക് വേണ്ടി മാത്രമല്ല സകല മനുഷ്യരും, അതിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റിയാണ് ലൂക്ക ഇവിടെ കാണിക്കുന്നത്. ദൈവം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ളതല്ല, സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. മനുഷ്യരായിട്ടുള്ള സകലരും മാനവകുലത്തിന് മൊത്തത്തിൽ ഉള്ള ദൈവമാണ് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് എന്നിവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പം അവിടുന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വന്നവരോട് പറയുന്നുണ്ടല്ലോ, ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇവിടെ പറയുന്നത് കോടാലി വയ്ക്കപ്പെടുന്നത്, അതായത് ഫലം കായ്ക്കാത്ത വൃക്ഷം അന്നത്തെ ആ യഹൂദ ജനത തന്നെയാണ്. ദൈവം ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും അവരിൽ നിന്ന് പുറപ്പെടുന്നില്ല. നന്മയും കരുണയും മറ്റുള്ളവരോടുള്ള എളിയവരോടും വിധവകളോടും ഉള്ള അവരുടെ ആ കരുണയോ അവരുടെ കരുതൽ, അവർക്ക് വേണ്ടിയുള്ള സാന്ത്വനം, ഇതൊന്നും ഈ ജനതകളിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അർഹിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകാത്തവരെല്ലാം വെട്ടി എരിയുന്ന തീയിലേക്ക് എറിയപ്പെടും. അത് അന്ത്യവിധിയുടെ ഒരു കാലം കൂടിയാണ് ഈ പറയുന്നത്. അന്ത്യവിധി സമയത്ത് ഈ യേശു തന്നെയാണ് വരുന്നത്. ഈ ദൈവപുത്രൻ ആയ മിശിഹ ആയ യേശു ക്രിസ്തു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ അന്ത്യവിധി സമയത്ത് ഇതിനെല്ലാം ഒരു അവസാനമാകും, അറുതിയാകും. അന്ന് അതിന് നീതിയായിട്ടുള്ള ഒരു വിധി തന്നെ ഉണ്ടാകും എന്ന് ആണ് അതുകൊണ്ട് പറയുന്നത്. അത് പറയുന്നത് ഇനിയും 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അവരോട് പറഞ്ഞു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ, യോഹന്നാനാണ് മൂത്തത് യേശുവിനേക്കാളും. എന്നാലും അവിടുന്ന് പറയുന്നുണ്ട്, യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, കെട്ടഴിക്കാൻ പോലും. അന്ന് ചെരുപ്പിൻ്റെ കെട്ടുകളൊക്കെ അഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിമകളാണ്. അടിമകളിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഈ ജോലികളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് പുറത്തൊക്കെ പോയിട്ട് വരുന്ന യജമാനൻ്റെ കാലുകൾ തുടച്ച് ശുദ്ധിയാക്കുക. ആദ്യമേ ചെരുപ്പിൻ്റെ വാറ് അഴിച്ച് ചെരുപ്പുകൾ അഴിച്ച് മാറ്റുക, എന്നിട്ട് കഴുകി വൃത്തിയാക്കുക. അത് അടിമകളാണ് ചെയ്തിരുന്നത്. അതിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളവരാണ്. കാരണം ഏറ്റവും എന്തെങ്കിലും ആരോഗ്യമുള്ളവരും നല്ല അറിവും അല്പമൊക്കെ കഴിവും സാമർഥ്യമുള്ളവർക്കൊക്കെ മറ്റു പല ജോലികളുമാണ് കൊടുത്തിരുന്നത്. അവരൊക്കെ ആ വീടിൻ്റെ യജമാൻ്റെ ഭവനത്തിൻ്റെ കാര്യസ്ഥർ വരെ ആകുമായിരുന്നു. അപ്പോഴത് ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട്. അടിമകൾ എന്ന് ഒരാൾക്ക് ചിലപ്പോൾ പല അടിമകൾ കാണുമ്പോൾ 40, 50, 100 വരെ അടിമകളുണ്ടാകും അവരുടെ സമ്പന്നതയ്ക്ക് അനുസരിച്ച്. അപ്പോൾ അവർക്കൊക്കെ ഓരോരോ ജോലികൾ ഉണ്ട്. അതിൽ ഏറ്റവും താഴ്ന്ന ജോലിയാണിത്. അപ്പോൾ ഈ ഭാഗമാണ്, ഇതൊക്കെയാണ് പറയാൻ വിട്ടുപോയിട്ടുള്ളത്. വീശുമുറം എന്ന് പറഞ്ഞപ്പോൾ അന്ത്യവിധിയിൽ വിധിക്കാനുള്ള ജനതകളെ വേർതിരിച്ച് നിർത്തുന്നതാണ്. അതായത് വീശുമുറം എന്തിനുള്ളതാണ്? അവർ ഈ കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യം പാറ്റി വൃത്തിയാക്കി വേർതിരിക്കുക. പതിരും ധാന്യവും നല്ലതും വേർതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പതിര് വേർതിരിച്ച്
എരിയുന്ന തീയിലേക്ക് എറിയപ്പെടും. അപ്പോൾ പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കെടാത്ത തീ എന്ന് പറയുമ്പോൾ നരകത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. അത് സ്വർഗത്തെയാണ് കാണിക്കുന്നത്. അപ്പോഴിത് ഇങ്ങനെ പതിര് എന്ന് പറയുമ്പോൾ ഈ അന്നത്തെ ജനതകളാണ് ഇന്നത്തെ കാലഘട്ടത്തെയും കൂടാണ് സൂചിപ്പിക്കുന്നത്. കാരണം പുറം മോടിയിൽ അതിൻ്റെ ആ ധാന്യത്തിൻ്റെ പുറം മോടി കണ്ടാൽ ആ നല്ല ധാന്യത്തിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ അതായത് ആ ഉൾക്കാമ്പുള്ള ധാന്യമണിയുടെ അതേ പുറമോടിയാണ് ഇതിനുമുള്ളത്. കാഴ്ചയിൽ അങ്ങനെ തോന്നിക്കുമെങ്കിലും അത് പതിരാണ്. വീശുമ്പോൾ അത് പറന്നു പോകും, അതിന് ഭാരമില്ല, ഉള്ളിലൊന്നുമില്ല. ആ ജനതകളുടെ മനസ്സുകളെയാണ് കാണിക്കുന്നത്. ഇന്നും നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഉത്സവങ്ങളും നോമ്പുകളും തിരുനാളുകളും പെരുന്നാളുമൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ആഘോഷിക്കുമ്പോൾ പുറം മോടിക്ക് നമ്മൾ ഭക്തരാണ്, ദൈവമക്കളാണ്, ദൈവജനമാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ. പക്ഷേ നമ്മുടെ ഉള്ളിലെന്താ? ദൈവജനത്തിന്, ദൈവമക്കൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ്, നിരക്കാത്ത വാക്കുകളാണ് നമ്മളിൽ നിന്ന് വരുന്നത്. നമ്മുടെ രൂപവും ഭാവവും എല്ലാം തന്നെ അതിന് യോജിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ വേർതിരിച്ച് അവിടെ നരകത്തിലേക്ക് എറിയപ്പെടും. അത് അകക്കാമ്പുള്ളത് ധാന്യമാണ്, നല്ല ധാന്യം. ആ ധാന്യം അത് നല്ല മനുഷ്യരാണ്. ഇതെല്ലാം നന്മകൾ മാത്രം ചെയ്ത് എല്ലാ ജനതകൾക്കും നന്മകൾ ചെയ്ത് ജീവിച്ചിരുന്നവരെയാണ്. അവർ വിശുദ്ധരാണ്. അവർ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം യേശുവിനോടൊപ്പം സ്വർഗത്തിൽ അവരെ ശേഖരിക്കും. അവിടെ അവർക്ക് സ്ഥാനം കൊടുക്കും എന്നാണ് അത് പറയുന്നത്. ഈ ഭാഗങ്ങളാണ് കൂടുതൽ വിവരിക്കാൻ കാരണം എല്ലാവർക്കും അറിയാവുന്നുള്ളത് എന്നുള്ള വിചാരത്തിലായിരുന്നു അത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തത് 19 മുതലുള്ള വാക്യങ്ങളാണ്. 19 മുതൽ നമുക്ക് 22 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാം. അപ്പോൾ അവിടെ പറയുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതിനു മുൻപായിട്ട് യോഹന്നാൻ കാരാഗ്രഹത്തിലായ കാര്യം പറയുന്നു. യോഹന്നാൻ ഹേറോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തത്ഫലമായി ഹേറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഹേറോദേസ് രാജാവിൻ്റെ സഹോദര ഭാര്യ ഹേറോദിയ, ഇത് നമ്മൾ പറയുമ്പോൾ ഹേറോദേസ് അന്തിപ്പാസിൻ്റെ കാലമാണിത്. ഹേറോദേസ് ദി ഗ്രേറ്റിൻ്റെ ഒരു മകൻ. 10 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഉണ്ടായ ഒരു മകനാണ് ഹേറോദേസ് അന്തിപ്പാസ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാര്യയുണ്ടായൊരു മകനാണ് ഫിലിപ്പ്. അപ്പോൾ ഈ ഫിലിപ്പിൻ്റെ ഭാര്യയാണ് ഹേറോദിയ. അപ്പോൾ 2 പേർക്കും രാജ്യത്തെ അത് വീതിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് ഫിലിപ്പിൻ്റെ ഭാര്യ ഹേറോദിയ കുറച്ചുകൂടെ സാമർഥ്യവും കുറച്ചുകൂടെ സൗന്ദര്യവും സാമർഥ്യവും ഒക്കെ ഉള്ളവളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തൻ്റെ ഇടവും എല്ലാം ഉള്ളവളായിരുന്നു. അപ്പോൾ അങ്ങനെ ഹേറോദിയയിൽ ആകർഷനാകുകയും, കാരണം യഹൂദിയയുടെയും ഗലീലിയുടെയും രാജാവ് അന്ന് രാജസ്ഥാനം ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. അത് സാമന്ത രാജാവ് എന്നുള്ള പദവിയെ വരുത്തുള്ളൂ. അന്ന് അത് ഭരണകർത്താവ് എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനെ ഈ ഹേറോദേസ് വളരെ ഹീനമായ പ്രവൃത്തികളൊക്കെ ഹേറോദിയെ സ്വന്തമാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഹേറോദിയയുടെ ഈ സാമർഥ്യം
രാജപദവി നേടുന്നതിന് വേണ്ടി പലതും നമ്മളിനി അടുത്ത വരുന്ന ഭാഗങ്ങൾ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾക്കത് പലതും അത് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഹെറോദിയെ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം അതിനകത്ത് അനുമാനിക്കാൻ. അങ്ങനെയുള്ള പല ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഹെറോദിയയെ ഈ സഹോദരൻ്റെ ഭാര്യയെ വശീകരിച്ച് സ്വന്തമായിട്ട് ആക്കി പരിഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളാണ് ഹെറോദസ്. അപ്പോൾ ഈ ഹെറോദസ് അന്തിപ്പാസ്. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, പ്രവാചകൻ കൂടെ അദ്ദേഹത്തെ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേരെ അത് ചെയ്യുന്നത് തിന്മയാണ്, ആ തിന്മയിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിരുന്നു. അത് ഹെറോദിയയ്ക്ക് സഹിക്കാൻ വയ്യാത്തതായിരുന്നു. നമ്മുടെ പഴയ നിയമത്തിൽ ജസബൽ, ആഹാബ് രാജാവിൻ്റെയും ജസബൽ രാജ്ഞിയുടെയും കഥയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ ഈ ജസബൽ രാജ്ഞി ആഹാബിനെയും ഒക്കെ വശീകരിച്ച് അന്യജാതിയിൽ നിന്ന്, അന്യ വിഭാഗത്തിൽ നിന്ന്, അതായത് ദൈവമില്ലാത്ത അന്യദൈവങ്ങളെ, സങ്കല്പ ദൈവങ്ങളെ ആരാധിച്ച് വരുന്ന കൂട്ടത്തിൽ നിന്ന് ചേർന്ന ഒരു സ്ത്രീയായിരുന്നു. അവൾ ഒരുപാട് ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ ഇനിയും പഠിക്കാനുള്ള ഉണ്ട്, പഴയ നിയമകാലം. അപ്പോൾ അതിൽ ആ ദുഷ്പ്രവൃത്തികളെല്ലാം അവൾക്ക് ഇഷ്ടമല്ലാത്തവരെ ജയിലിലടയ്ക്കുക, പ്രവാചകന്മാരെയൊക്കെ തെറ്റെന്ന് പറയുന്നത് ജയിലിലടയ്ക്കുക, കൊല്ലുക, അത് പിന്നെ സ്വത്തുക്കളും ഒക്കെ കൈക്കലാക്കുക, പലരുടെയും അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അങ്ങനെ കൈക്കലാക്കുക. ഈ ഒരു കുൽസിത പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ടവളായിരുന്നു. അതുപോലെയാണ് ഇവിടെ ഹെറോദിയയും. ഇതൊക്കെ പറയുന്നത് പോലെ ഈ സ്നാപകൻ ഈ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് അവൾക്ക് സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അങ്ങനെ വന്ന് അവൾ തക്ക സമയം വന്നപ്പോൾ അവൾ ഹെറോദസിനോട് പറഞ്ഞു, കാരാഗൃഹത്തിൽ അടപ്പിച്ചു. ആ കാരാഗൃഹത്തിൽ അടപ്പിച്ച ആ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ആരുടെ? ഹെറോദസിൻ്റെയും ഹെറോദിയയുടെയും. അപ്പോൾ ഈ ഭാഗം നമ്മൾ ജസബലിൻ്റെ കാര്യവുമായിട്ട് നമ്മൾ ചേർത്ത് വേണം വായിക്കുന്നതിന്. യേശുവിൻ്റെ അടുത്തത് പറയുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം ഇവിടെ ലൂക്ക അവതരിപ്പിക്കുമ്പോൾ സ്നാപകൻ്റെ സ്നാനമെന്ന് പറയുന്നത് അനുതാപം ഉണ്ടാക്കുക, മനുഷ്യനിൽ തങ്ങളുടെ തങ്ങളുടെ മനസ്സുകളിൽ, പ്രവൃത്തികളിൽ, വാക്കുകളിൽ, ഒരു ഭാവത്തിലൊക്കെ വരുന്ന തിന്മകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറമോടികൾ, നല്ലത് ദൈവഭക്തൻ, ദൈവത്തിൻ്റെ ആൾ എന്നുള്ള ജനത എന്നുള്ള ആ രീതിയിൽ കാണിക്കുകയും അകം മുഴുവനും ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള, ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. തങ്ങളാണ് ഏറ്റവും വലിയവർ, തങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള വിധത്തിലുള്ള അധികാരികളുമായിരുന്നു അവരിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ, ജനപ്രമാണിമാർ, ഫരിസേയർ. അവരൊക്കെ ഭക്തി കൂടിയവർ ആണ് എന്നുള്ളതാണ് അവരുടെ കുഴപ്പം. ഈ ഭക്തി കൂടുന്നവർക്കൊരു കുഴപ്പമുണ്ട്. ആ ഭക്തി മറ്റുള്ളവരെ കാണിക്കാനാണ് ഉണ്ടാകുന്നത് കൂടുതലും, ആത്മാർത്ഥതയല്ല, ഹൃദയത്തിൽ നിന്ന്, അന്തരാളത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതല്ല അത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ഇവിടെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം കൂടെ നമ്മൾ കാണുന്നത്. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അപ്പോൾ അതിനു മുൻപേ പറയുന്നുണ്ട്, സ്നാപകൻ പറയുന്നുണ്ട്, എനിക്ക് പിന്നാലെ ശക്തനായ ഒരുവൻ വരുന്നുണ്ട്, ഞാൻ ജലം കൊണ്ടാണ് സ്നാനം ചെയ്യുന്നത്, അവന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അതൊക്കെ ഞാൻ വിവരിച്ചു എന്ന് തോന്നുന്നു, അതിനെയും വിവരിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം നടക്കുമ്പോൾ അവിടുന്ന് നദിയിൽ, യോർദാൻ നദിയിൽ മുങ്ങി നിവരുമ്പോൾ സ്നാനത്തിന്. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് സ്നാനം അതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു. നദിയിൽ മുങ്ങുക, ജലത്തിൽ മുങ്ങുക,
എന്നുള്ളത്. പക്ഷേ ഇന്നും അത് അങ്ങനെ അതുപോലെ അനുവർത്തിച്ച് വരുന്നവർ ഒരു പല വിഭാഗങ്ങളുമുണ്ട്. ഒരു അത് കാരണം ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് അതല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് സഭകളിൽ മറ്റ് ദൈവാലയങ്ങളിൽ മാമോദീസ തൊട്ടി എന്നുള്ള വിധത്തിൽ ആ ഒരു മാമോദീസ തൊട്ടി അതിനുള്ള പ്രത്യേക ഭാഗം രൂപീകരിച്ചിരിക്കുക അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് സൗകര്യം. അല്ലാതെ പോയി ശുദ്ധജലമായിട്ടുള്ളത് ഒരിടത്തും കിട്ടാനില്ല, അങ്ങനെ കാണത്തില്ല. അപ്പോൾ അതിലെ മാമോദീസ വെള്ളമായിട്ട് സ്നാന വെള്ളമായിട്ട് കാണുന്നത് തന്നെ പാപമാണ്. അത് തന്നെ ഒരു തെറ്റാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതാണ്. അപ്പോൾ അത് പറയുമ്പോൾ അത് കൂടുതൽ പറയേണ്ടി വരും, അതിനുള്ള സമയമല്ല നമുക്ക് ഇത് പറയാം. അപ്പോൾ സ്നാനം അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ നദിയിൽ മുങ്ങി, അതുകൊണ്ട് ഇന്നും നദിയിൽ അല്ലെങ്കിൽ ജലാശയത്തിൽ നദിയിൽ യോർദാൻ നദിയിൽ പോയി മുങ്ങാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും കുളത്തിലോ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കിടക്കുന്ന സ്ഥലത്തോ പോയി മുങ്ങുക എന്നുള്ളത് എന്തൊരു നമുക്ക് സാധാരണ ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പോരായ്മ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അത് ഞാൻ വിവരിക്കുന്നില്ല. അത് വിവരിക്കണമെങ്കിൽ തന്നെ 2.5 മണിക്കൂർ വേണ്ടി വരും. അപ്പം ഇവിടെ കർത്താവ് യേശു സ്നാനമേറ്റു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ എപ്പോഴും കാണുന്നതാണ് കർത്താവ് യേശു എപ്പോഴും മിക്കവാറും സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറിയിരുന്ന് എല്ലാ ദിവസവും ധാരാളം സമയം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു യേശു എന്ന വ്യക്തി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറക്കപ്പെട്ടു. ഇവിടെ സ്വർഗം തുറക്കപ്പെടുന്നത് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ വേറെയും കാണുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ കാണാം യാക്കോബിൻ്റെ സ്വപ്നം, ആ ഒരു ഗോവണിയുടെ കാര്യം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഗോവണി, അതിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് വിശുദ്ധരുമൊക്കെ. അപ്പോൾ അതൊക്കെ അത് ഈ പ്രഭാഗത്ത് നമ്മൾക്ക് നോക്കാം. സ്വർഗം തുറക്കുന്നതായിട്ട് യേശുവിൻ്റെ സ്നാന സമയത്ത് കണ്ട് അത് യോഹന്നാൻ യാക്കോബിൻ്റെ കാലത്ത് അത് യാക്കോബിൻ്റെ ഒരു ദർശനമായിരുന്നു, സ്വപ്നമായിരുന്നു. എന്നാൽ ഇവിടെ ഇത് സ്വപ്നമല്ല, ഇത് ഒരു ദർശനമെന്ന് പറയുമ്പോൾ പൂർണ്ണബോധത്തോടെ ഉള്ളപ്പോഴുള്ള കാര്യം അല്ല എന്ന് അങ്ങനെയും വരാം. പക്ഷേ ഇതങ്ങനെയല്ല. പൂർണ്ണബോധ്യത്തോടെ എല്ലാവരും നിൽക്കുമ്പോൾ സ്നാനം കൊടുത്തയാളും സ്നാനം സ്വീകരിച്ചയാളും ചുറ്റും നിൽക്കുന്ന ജനാവലികളും. ഇപ്പം ജനാവലികളെന്ന് ഞാൻ പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ചുറ്റും എപ്പോഴും 10,000 ജനങ്ങളുണ്ടായിരിക്കും. അത്രയ്ക്ക് വലിയ ഉന്നതനായ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നാനമൊക്കെ അന്ന് എല്ലാവരിലും തന്നെ പാപബോധം ഉണർത്തിയിരുന്നു തങ്ങളുടെ തെറ്റുകളെ പറ്റി. അപ്പോൾ ആ ജനങ്ങളെല്ലാം രക്ഷ പ്രാപിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിച്ചു, ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ പറയുന്നത് സ്വർഗം ആകാശം പിളർന്നു എന്നാണ്. ആകാശം കീറി സ്വർഗം പ്രത്യക്ഷമായി. അവിടുന്ന് പരിശുദ്ധാത്മാവ്, പ്രാവിൻ്റെ രൂപം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മറ്റ് മതസ്ഥർക്കും മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപം എന്ന് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ പലപ്പോഴും പലയിടത്തും പടങ്ങളിലോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിലും സഭാപരമായ കാര്യങ്ങളിൽ അത് ചിത്രീകരണത്തിൽ അത് പരിശുദ്ധ ആത്മാവിനെയാണ്, ദൈവാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ചു. അവിടുന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, എന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ആരാണ് പ്രിയപുത്രൻ? യേശുവാണ്. ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. യഹോവയായ ദൈവത്തിൻ്റെ തന്നെ പ്രിയപുത്രനാണ്. അപ്പോൾ അത് പിതാവ് ഇവിടെ പുത്രനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം മനസ്സിലാക്കണം, ഇവിടെ എന്തിനാണ് സ്നാനമേറ്റ് യേശു
വന്ന് സ്നാനമേറ്റത് തൻ്റെ ദൗത്യത്തിലേക്കുള്ള പ്രവേശനമാണ്. അന്നത്തെ രീതി അനുസരിച്ച് സ്നാനമേറ്റ് ആ ജനങ്ങളെല്ലാം ചെയ്തതുപോലെ തന്നെ സ്നാനമേറ്റ് അവരെപ്പോലെ തന്നെ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രബോധനങ്ങളൊക്കെ അവിടെ എല്ലാവരെയും പഠിപ്പിക്കുക. അത് സ്വർഗരാജ്യത്തിന് യോജിച്ച വിധത്തിൽ അവരെ മാറ്റിയെടുക്കുന്നതിന്, അവർക്ക് ആ ബോധ്യമുണ്ടാകുന്നതിന് അവരെ പഠിപ്പിക്കുക, അവരെ മാറ്റുക എന്നുള്ളതായിരുന്നു. ഇവിടെ പിതാവ് ആയ ദൈവത്തിൻ്റെ സ്വരമാണ്. പിതാവായി പുത്രൻ യേശു തന്നെയാണ്. പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ത്രിത്വം 3 പേരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിനിവിടെ ചിലർ അറിയാൻ വയ്യാത്ത ചിലർ മുസ്ലിം സഹോദരങ്ങളാണ്. പലരും കുറച്ച് തീവ്ര സ്വഭാവമുള്ളവരാണ്. കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകത്തില്ല. മറ്റുള്ളവരും അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരും. അപ്പോൾ അവർക്ക് അത് ഒന്നാമത് വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കണമെങ്കിൽ ദൈവ ചിന്തയിൽ, നന്മയിൽ നിറഞ്ഞ മനസ്സായിരിക്കണം ഉള്ളത്. നന്മയിലോട്ട് ചായുന്ന മനസ്സ്, ദുഷ്ടതയിലോട്ട് തീർത്തും പോകാത്ത മനസ്സ്, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറുള്ള മനസ്സുള്ളവർക്ക് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന പോലെ ഇത് പറ്റുകയില്ല. കാരണം പലതും ഗ്രഹിക്കാൻ പ്രയാസമാണ്. പലതും പ്രതീകങ്ങളാൽ ധാരാളമുണ്ട് പലതിലും. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇവിടെ വിശുദ്ധ ത്രിത്വം എന്ന് പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല. ബൈബിളിൽ ആദ്യം മുതലേ ഉണ്ട്. നമുക്ക് 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കെന്ന് പറയുന്നത് അത് ദൈവമല്ല. ദൈവത്തിന് ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. നമുക്ക് എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒന്നിലധികം. അതാണ് പിതാവും പുത്രനും ആത്മാവും പരിശുദ്ധ റൂഹായും അടങ്ങുന്ന ആ ഒരു ദൈവമാണ്. അത് ഒന്നാണ്, അല്ലാതെ 3 ആളുകളല്ല. ഇതിനെയൊക്കെ പറ്റി ഞാൻ വിവരിച്ച് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ആദ്യകാല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ ഭാഗത്തൊക്കെ അത് ദൈവത്തിൻ്റെ 3 വ്യക്തിത്വമാണ് അവിടെ കാണിക്കുന്നത്. 3 വ്യക്തികൾ, 3 വ്യക്തിത്വം ആണ് ഈ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ത്രിത്വത്തെ കാണിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഈ വിശുദ്ധ ത്രിത്വം തന്നെയാണ് ഇവിടെ. അത് പിന്നെ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാനുണ്ട്, ഇനി പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും അത് തന്നെയാണ്, വിശുദ്ധ ത്രിത്വം തന്നെയാണ്. അപ്പം യേശുവിനെ ഇതിനു വേണ്ടി, പുതിയ ജീവിതത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ഒരുക്കുന്നതിന്, പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇവിടെ വിശുദ്ധ ത്രിത്വം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇവനെ നിങ്ങൾ ഇനി ശ്രവിക്കുക, നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം ഉടൻ തന്നെ യേശു ഇനി അടുത്തത് അങ്ങോട്ട് പ്രബോധനം ആരംഭിക്കുകയാണ്, സുവിശേഷ പ്രസംഗം ആരംഭിക്കുകയാണ്, പുതിയ സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യേശുവിനെ ആരിത് ചുമതലപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, അന്ന് 10,000-കണക്കിന് ജനങ്ങൾ അവിടെ നിൽക്കുമ്പോൾ, യഹൂദരും വിജാതിയും മറ്റെല്ലാ ജനങ്ങളും നിൽക്കുമ്പോൾ തന്നെയാണ് യേശുവിനെ അഭിഷേകം ചെയ്തതായിട്ട് കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് തന്നെ അഭിഷേകം ചെയ്തതായിട്ട് ഈ സ്വർഗം തുറന്ന് ഈ അശരീരി വന്നത്. അപ്പം പിന്നെ അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. എന്നാൽ യഹൂദർക്ക് ആ സമയത്ത് പിന്നീട് അങ്ങോട്ട് യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ വന്നു. കാരണം തങ്ങളുടെ രീതികളൊക്കെ മാറ്റേണ്ടി വരുന്നു. അപ്പോൾ തങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്പം യേശുവിനെ അഭിഷേകം ചെയ്തത് വിശുദ്ധ ത്രിത്വമാണ്, ദൈവമാണ്, സ്വർഗമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനായിട്ട് യേശുവിനെ ഒരുക്കിയത്. ഇത്രയും നമ്മൾ ഇന്ന് പഠിക്കുക. പിന്നെ ബാക്കി കാര്യം ഈ യേശുവിൻ്റെ വംശാവലിയാണ് 23 മുതലുള്ള 3-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ. അത് നമുക്ക് അടുത്ത തവണ, അടുത്ത വീഡിയോയിൽ നമുക്ക്
പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കേട്ട ഭാഗങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം യൂട്യൂബിൽ. ഇപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും അവരോട് ആവശ്യപ്പെടുക, അവരോട് ഉപദേശിക്കുക. ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരും പലവരും കത്തോലിക്കരെന്ന് പറയുന്നവരും പല വിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാവരും തന്നെ ഇപ്പോൾ ഒന്നുകിൽ ഒരു വൈദികൻ പറയണം, അല്ലെങ്കിൽ ഒരു തിരുമേനി അല്ലെങ്കിൽ മെത്രാൻ പറയണം എങ്കിലേ കേൾക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. വൈദികർ പറയുന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഇപ്പം അങ്ങനെ പറയാതെ മറ്റ് പലരും തന്നെ എല്ലാവരും തന്നെ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ ഞാനും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ദൈവത്തിൽ നിന്ന് കിട്ടിയ അറിവ് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, എൻ്റെ സ്വന്തമല്ല ഇതൊന്നും. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കുക, നമ്മൾക്കൊരു ദൈവിക കാര്യമായിട്ട് എടുക്കുക. എല്ലാവരും പഠിച്ച്, എല്ലാ ജനതകളും പഠിച്ച് അവർ സത്യമറിഞ്ഞ് സത്യത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ.